അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ മിഅ്റാജ് രാത്രി നമുക്ക് നാളെ കടന്നു വരികയാണ്. തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രിയാണ്. അപ്പോൾ മിഅ്റാജ് ദിനം നമുക്കറിയാം. 5 വക്ത് ഫർദ് നിസ്കാരം ഉത്തായത്തങ്ങൾ നമുക്ക് അവിടെ നിന്ന് അല്ലാഹു തആല അള്ളാഹുവിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ നിന്ന് നേരിട്ട് ഗിഫ്റ്റായി കൊടുത്തയച്ച അത്ഭുതകരമായ അമൽ, അത്ഭുതകരമായ ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരം നിർബന്ധമാക്കിയ ദിവസമാണ് നമുക്ക് കടന്നു വരുന്നത്. ആ മിഅ്റാജ് രാത്രി വല്ലാത്ത അത്ഭുത രാത്രിയാണ്. ഈ രാത്രിയിൽ മുത്തായത്തങ്ങൾ ഇതുവരെയും ഒരാളും നടത്താത്ത അത്ഭുത രാത്രിയാണ്. മുത്തായത്തങ്ങൾ നടത്തി അള്ളാഹുവിനെ കണ്ട് അവിടെ നിന്ന് ഗിഫ്റ്റായി അള്ളാഹു തആല മുത്തായത്തങ്ങൾക്ക് നിസ്കാരം അവിടുത്തെ ഉമ്മത്തീങ്ങൾക്ക് ഗിഫ്റ്റായി കൊടുത്തയച്ച അത്ഭുത അമലാണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരം നമുക്ക് നിർബന്ധമാക്കിയ ദിവസമാണ്. അതേപോലെ തന്നെ ആ മിഅ്റാജ് ദിനം മുത്തായത്തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടാവുകയും നിസ്കാരം എന്നുള്ള അത്ഭുത അമല് മുത്തായത്തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തയച്ച ദിവസം, ആ ഒരു ദിവസത്തിന്റെ പകൽ സമയത്ത് നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ സുന്നത്തുണ്ട്. മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്. മുത്തായത്തങ്ങൾ അവിടെ നിന്ന് പറയുന്നു. ഇഹ്യാ ഉലൂമത്ത് നമുക്ക് ഈ ഒരു ഹദീസ് കാണാം. മൻ സാമ യൗമ 27 മിൻ റജബ് ഖതബല്ലാഹു ലഹു സിയാമ 60 ശഹറ. ഒരാൾ പരിശുദ്ധ റജബിലെ 27-ാം ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അദ്ദേഹത്തിന് 60 മാസം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് തായത്തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത്ഭുതകരമായ മഹത്വമുള്ള ആ പരിശുദ്ധ റജബിലെ 27 നോമ്പിന്റെ നിയത്ത് നമുക്ക് ഏത് രൂപത്തിൽ വെക്കാം? പരിശുദ്ധ മിഅ്റാജ് ദിനത്തിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവിടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെക്കാം. അതോടൊപ്പം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ മറ്റൊരു അവസരവും കൂടിയുണ്ട്. അതായത് 27 എല്ലാ മാസത്തിൽ 27 ദിവസം നോമ്പനുഷ്ഠിക്കാൻ സുന്നത്തുണ്ട്. ആ നോമ്പിനെ നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഫർദ് നിസ്കാരം ഖളാഹുള്ളവർ അതും നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോമ്പനുഷ്ഠിക്കണം. 60 മാസം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ പരിശുദ്ധ മിഅ്റാജ് ദിനത്തിന്റെ അന്ന് ചൊല്ലേണ്ട അത്ഭുത ദിക്റുകളെ കുറിച്ചും നിങ്ങൾക്ക് ഞാൻ സൂചിപ്പിക്കാം. പരിശുദ്ധ മിഅ്റാജ് ദിനം രാപ്പകലുമായിട്ട് നമുക്ക് നന്നായി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ കഴിയണം. എല്ലാ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് ധാരാളം ചൊല്ലാം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. അതേപോലെ തന്നെ 100 തവണ എല്ലാവരും ചൊല്ലണം. സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന ദിക്ർ 100 തവണ ചൊല്ലാം. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 100 തവണ അവിടെ നിന്ന് പാരായണം ചെയ്യാം. അതേപോലെ തന്നെ റജബിലെ ഓരോ ദിവസവും രാവും പകലുമായി ചൊല്ലാൻ മഹാന്മാർ പഠിപ്പിച്ച വല്ലാത്ത അത്ഭുതകരമായ ദിക്ർ, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും റഹ്മത്തിനെ യാചിക്കുകയും തൗബയെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പറയപ്പെടുന്ന ഈ ദിക്ർ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന ദിക്ർ എല്ലാവരും 70 തവണ ചൊല്ലാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ പരിശുദ്ധ നാളത്തെ ദിവസം അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ധാരാളം നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഹു ലക ബിനിഅമതിക അലയ്യ വഅബൂഹു ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന ഈ ദിക്ർ ഒരു 33 തവണയെങ്കിലും ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. അതേപോലെ തന്നെ മറ്റൊരു ദിക്ർ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തായത്തങ്ങളെ അവിടുന്ന് കാണുകയും ഈ ഒരു രാത്രിയിൽ മുത്തായത്തങ്ങളെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്ത് കണ്ടുമുട്ടുകയും അവിടുന്ന് തങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി കൊടുത്ത ചൊല്ലാൻ വേണ്ടി അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം എന്ന ദിക്ർ അവിടുന്ന് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തു. അതായത് ഈ ദിക്ർ നിങ്ങളുടെ ഉമ്മത്തീങ്ങൾക്കത് കൃഷിയാണ്, സ്വർഗത്തിൽ
കൃഷിയാണ്. ഈ ദിക്ർ ചൊല്ലുമ്പോൾ അവർക്ക് സ്വർഗത്തിൽ കൃഷിയിടങ്ങൾ അല്ലാഹു തആല നിർമ്മിക്കുകയാണ്, ഉണ്ടാക്കുകയാണ്. അത്രയും അത്ഭുതകരമായ ദിക്ർ മുത്തായ തങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഉമ്മത്തീങ്ങൾ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. അത് മാത്രമല്ല, ആ ദിക്ർ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന അത്ഭുത ഗുണങ്ങൾ 99 രോഗങ്ങൾക്ക് പരിഹാരമാണ്, 70ഓളം പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ കാരണമാണ്. അതേപോലെ തന്നെ ദാരിദ്ര്യം മരണം വരേക്കും വരാതിരിക്കാനുള്ള ദിക്റാണ് ആ ദിക്ർ എന്നുള്ളത്. എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടെ പരിശുദ്ധ റജബ് 27 ദിവസം നന്നായി സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുക. അതേപോലെ തന്നെ സ്വലാത്ത് ധാരാളം ചൊല്ലുക. തങ്ങളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ധാരാളം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ ധാരാളമായി ചൊല്ലുക. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ദിക്റുകളും അതിൽ പറയപ്പെട്ട എണ്ണത്തിൽ തന്നെ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ എണ്ണത്തിൽ തന്നെ ചൊല്ലി തീർക്കുക. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.